നമസ്കാരം. ഇന്നലെ വൈകുന്നേരം അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നുവെന്നും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നുമാണ്. അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി ആയിരുന്നു, ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്, ഇനി മുഖ്യമന്ത്രിയായി തുടരുക തന്നെ ചെയ്യും എന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചത്. ഇതിൻ്റെ അർത്ഥം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് സംസ്ഥാനം ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ ജയിലിൽ നിന്ന് ഒരു സംസ്ഥാനം ഭരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്ന സംശയം പല വിദഗ്ധരും ഉന്നയിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുകയാണ് എങ്കിൽ, റിമാൻഡിലാവുകയാണ് എങ്കിൽ അദ്ദേഹത്തെ പാർപ്പിക്കാൻ പോകുന്നത് തീഹാർ ജയിലിലായിരിക്കും. ആ തീഹാർ ജയിലിലെ ചില കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ആണ് മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് ഭരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. അതായത് അവിടെ പാർക്കുന്ന അല്ലെങ്കിൽ അവിടെ അധിവസിപ്പിച്ചിട്ടുള്ള ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു ആരോപണ വിധേയൻ അല്ലെങ്കിൽ അന്തേവാസി, ആ അന്തേവാസിക്ക് 2 ദിവസം മാത്രമേ പുറത്തുള്ള ഒരാളുമായി സന്ദർശനം നടത്താൻ കഴിയുള്ളൂ. അതായത് പുറത്തുള്ള ഒരാൾക്ക്, തീഹാർ ജയിലിൽ കിടക്കുന്ന ഒരാളെ കാണണമെങ്കിൽ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കൂടിക്കാഴ്ച പോലും വളരെ കുറഞ്ഞ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ജോലി ആ തീഹാർ ജയിലിനുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുക എന്ന സംശയമാണ് ഇപ്പോൾ വിദഗ്ധർ ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോംവഴിയുള്ളത്, ഏതൊരു സ്ഥലത്തെയും താൽക്കാലികമായി ജയിലായി പ്രഖ്യാപിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ജയിലായി പ്രഖ്യാപിച്ച് അവിടെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചാൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് തൻ്റെ ഡ്യൂട്ടികൾ ചെയ്യാൻ കഴിയും. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ അത്തരമൊരു സൗകര്യം അരവിന്ദ് കെജ്രിവാളിന് നൽകുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഒരു സൗകര്യം ലഭിക്കാത്ത പക്ഷം രാജിവെക്കേണ്ടി വരും എന്നത് സുനിശ്ചിതമാണ്. കാരണം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അതുപോലെ തന്നെ മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിനുമെല്ലാം ഇത്തരത്തിൽ അവിടെ നിന്നും ഭരണം നടത്താൻ തീരുമാനിച്ചിരുന്നവരാണ്. അതായത് അവർ ജയിലിലായിട്ടും അവർ മന്ത്രിസ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നില്ല. പിന്നീടാണ് അവർ നിർബന്ധിതമായി രാജിവെക്കേണ്ടി വന്നത്. എന്തായാലും കേജ്രിവാളിനും ആ രീതിയിൽ തന്നെ രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. ഇനി അതിന് തയ്യാറായില്ല എങ്കിൽ ഒരു പക്ഷേ സംസ്ഥാനത്ത് മന്ത്രിസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ഈ രീതിയിലാണ് ദില്ലിയിലെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ ഒരു അഴിമതി കഥയാണ് ഇപ്പോൾ ED പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. 600 കോടി രൂപയുടെ അഴിമതി ദില്ലി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് ED ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ അഴിമതിയുടെ എല്ലാം ബുദ്ധി കേന്ദ്രം, അതായത് കിങ് പിൻ എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിക്കുന്നത്. ഈ അഴിമതിയുടെ എല്ലാം ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. സ്വകാര്യ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കത്തക്ക തരത്തിൽ മദ്യനയം രൂപപ്പെടുത്തിയതും അതിൽ നിന്നും അവർക്കുണ്ടാകുന്ന ലാഭത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായി നിശ്ചയിച്ചതും അതിനുശേഷം ഈ കമ്മീഷൻ തുക ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ഡൽഹിയിൽ നിന്നും തിരികെ ഗോവ അതുപോലെ തന്നെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് റൂട്ട് ചെയ്തു. പല പണമിടപാടുകളും ഹവാല ഇടപാടുകളാണ് നടന്നത്. ഇങ്ങനെയുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് വരുന്നുണ്ട്. ഈ നടപടിക്രമങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്ത് നിന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് എന്നിപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഒരു കാലത്ത് അഴിമതി വിരുദ്ധ ഇന്ത്യ എന്ന ഒരു സ്വപ്നം കാണാൻ ഈ നാട്ടിലെ യുവജനങ്ങളെയും അതുപോലെ തന്നെ വോട്ടർമാരെയും പ്രേരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ എന്ന അഴിമതി വിരുദ്ധ പ്രവർത്തകനൊപ്പമായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. അണ്ണാ ഹസാരെ ഇപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അണ്ണാ ഹസാരെ പറയുന്നത് പോലെ മദ്യത്തിനും അതുപോലെ തന്നെ അഴിമതിക്കും എതിരായി എന്നോടൊപ്പം പ്രവർത്തനം ആരംഭിച്ച അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങിയത് തന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. താൻ വളരെയധികം നിരാശനാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ രീതിയിൽ ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഈ ഭാരതത്തെ തന്നെ അഴിമതി വിരുദ്ധമാക്കാൻ ചൂലുമായി പുറപ്പെട്ട നേതാവ് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വ്യത്യസ്തമായ ഒരു അഴിമതിയുടെ കിങ് പിൻ ആയി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.